Hi students, we are having this corporate law in our fourth semester BBA students. So we will deal with that subject from today onwards. നമ്മുടെ കോർപ്പറേറ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കമ്പനിയുടെ ലോ. അതാണ് നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് ജസ്റ്റ് ദ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഫോർ ദ സബ്ജക്റ്റ്. സോ നിങ്ങളുടെ BBA പ്രോഗ്രാം CBCSS BBA പ്രോഗ്രാമിൽ ഇത് സെമസ്റ്റർ 4 കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടാണ് വന്നത്. BA4C MT20 എന്ന കോഴ്സ് കോഡാണ് നിങ്ങൾക്കുള്ള കോംപ്ലിമെൻ്ററി കോഴ്സാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നോർമൽ സബ്ജക്റ്റുകളെ പോലെ തന്നെ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ കോർപ്പറേറ്റ് ലോ നിങ്ങളുടെ സിലബസിൽ ആഡ് ആയിട്ടിരിക്കുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ. ഓക്കെ, അപ്പം ഞാനിവിടെ റെഫർ ചെയ്തിരിക്കുന്ന പ്രകാശ് പബ്ലിക്കേഷൻസിൻ്റെ ബുക്കുമാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ തന്നെ ബുക്കാണ് ഞാനിവിടെ റെഫറൻസിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സിലബസിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ടോട്ടലി 5 മൊഡ്യൂൾസ് ആയിട്ടാണ് ഈ സിലബസ് വന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ വെച്ചായിരിക്കും നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് മൊഡ്യൂൾ കൺസിസ്റ്റ് ഓഫ് ദ ഫോർമേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഫോർമേഷൻ, ഒരു കമ്പനി എന്താണ്, കമ്പനിയുടെ ഫോർമേഷൻ എന്താണ്, ഹൗ ടു ഇൻകോർപ്പറേറ്റ് എ കമ്പനി, അതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ കവർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ്, എന്തെല്ലാം ടൈപ്പ് കമ്പനികളുണ്ട്, ഓരോ കമ്പനീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, വാട്ട് ഈസ് മെൻ ബൈ ദ പ്രൊമോട്ടേഴ്സ്, അതുപോലെ വാട്ട് ഈസ് മെൻ ബൈ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, അങ്ങനെ കുറേ വ്യത്യസ്തമായ ടേംസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഒരു കമ്പനി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സെഷൻ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യും. സെക്കൻഡിൽ ഈ കമ്പനീസിനെ എങ്ങനെ മാനേജ് ചെയ്യും, ദാറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ് ഇൻ വിച്ച് വി വോണ്ട് ടു നോ ഓർ വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ഹൗ ഇസ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ഡയറക്ടേഴ്സ്, വാട്ട് ആർ ദെയർ ഡ്യൂട്ടീസ്, വാട്ട് ആർ ദെയർ ലയബിലിറ്റീസ്, വാട്ട് ആർ ദെയർ പവേഴ്സ്. ദെൻ അബൌട്ട് ദ കമ്പനി മീറ്റിംഗ്സ്, കമ്പനി ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ്സ് കൂടും, ആനുവൽ ജനറൽ മീറ്റിംഗ് പോലെ മീറ്റിംഗ്സ് കൂടി അവരുടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യും, ലോക്കൽ പബ്ലിക് അറിയിക്കും അതിനെപ്പറ്റി. പിന്നെ വാലിഡ് മീറ്റിങ്ങിന് എന്തെല്ലാമാണ് ആവശ്യമുള്ളത്, വാട്ട് ഈസ് മെൻ ബൈ അജണ്ട, വാട്ട് ഈസ് മിനിറ്റ്സ്, ദെൻ വാട്ട് ഈസ് മോഷൻ, വാട്ട് ഈസ് റെസൊല്യൂഷൻ, അല്ലെങ്കിൽ വാട്ട് ഇസ് പ്രോക്സി, അങ്ങനെയുള്ള പല മീറ്റിങ്ങിനെ റിലേറ്റഡ് ആയിട്ടുള്ള പല ടേംസ് നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ കവർ ചെയ്യും. തേർഡ് മൊഡ്യൂളിലാണെങ്കിൽ ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പ് പ്രോസസ്സ്, വൈൻഡിങ് അപ്പ് എന്ന് വെച്ചാൽ കമ്പനി നമ്മൾ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ കമ്പൽസറി വൈൻഡിങ് അപ്പ് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ പല ആവശ്യങ്ങളുണ്ട് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ടാവും. നമ്മുടെ താല്പര്യത്തിന് കമ്പനീനെ നിർത്താം, അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധപൂർവ്വം നമ്മുടെ കമ്പനി അടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പ്ലസ് വാട്ട് ഈസ് മെൻ ബൈ ലിക്വിഡേറ്റർ, ലിക്വിഡേഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെ, ഡീഫണ്ട് കമ്പനി എന്ത്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നിങ്ങൾ തേർഡ് മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ആൻഡ് ഇൻ ഫോർത്ത് മൊഡ്യൂൾ വി വിൽ ബി ഡീലിംഗ് വിത്ത് ദ ലോസ് പെർട്ടൈനിങ് ടു ദ പാർട്ട്ണർഷിപ്പ്, ദാറ്റ് ഇസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ലോസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2-3 ആൾക്കാർ ചേർന്ന് ഒരു ബിസിനസ്, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ലോസ്, അതിലുള്ള പാർട്ട്നേഴ്സ് എങ്ങനെയായിരിക്കണം, അവരുടെ റൈറ്റ്സ്, വാട്ട് ആർ ദെയർ ലയബിലിറ്റീസ്, ദെൻ ഹൗ ദ റിട്ടയർമെൻറ്റ് എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, പാർട്ട്ണർഷിപ്പ് എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നു, എങ്ങനെ റിട്ടയർമെൻറ്റ് ചെയ്യുന്നു, ലിമിറ്റഡ് ലയബിലിറ്റി കൺസെപ്റ്റ് എന്താണ് പാർട്ട്ണർഷിപ്പിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലും. ലാസ്റ്റ് ഫിഫ്ത്ത് മൊഡ്യൂളിലായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ലെജിസ്ലേഷൻസ്. ഇപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ കമ്പനി പല സൊസൈറ്റിക്കും പല ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു വലിയ ദോഷമായിട്ട് കാണുന്നതാണ് പൊല്യൂഷൻസ്. പല രീതിയിലുള്ള പൊല്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു സിമെൻറ്റ് ഫാക്ടറി ആണെങ്കിൽ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, ഡൈ ഫാക്ടറി ആണെങ്കിൽ വാട്ടർ പൊല്യൂഷൻ വിൽ ബി ദെയർ, ദെൻ സോയിൽ പൊല്യൂഷൻ വിൽ ബി, അങ്ങനെ പല രീതിയിലുള്ള പൊല്യൂഷൻസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മെഷേഴ്സാണ് നമ്മൾ ഒരു കമ്പനീസ് എടുക്കേണ്ടത്, അതാണ് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ലെജിസ്ലേഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടലി 5 മൊഡ്യൂൾസ് ആയിട്ടാണ് നിങ്ങളുടെ കോർപ്പറേറ്റ് ലോസ് പോകുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ വെച്ച് നമ്മൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ യു ക്യാൻ ഹിയർ ദിസ് ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചോദിക്കാം. നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് ഓരോരോ പോർഷൻസ് ആയിട്ട് കവർ ചെയ്ത് പോകും. അപ്പോൾ അതിൽ എക്സ്ട്രാ ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തെടുക്കണമെങ്കിൽ യു ക്യാൻ ആസ്ക്, ഐ ക്യാൻ ക്ലിയർ ദാറ്റ്. നമ്മൾ വീഡിയോസ് ആയിട്ട് അത് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഐ ഹോപ്പ് ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട് ദ ഫസ്റ്റ് മൊഡ്യൂൾ ഓൾസോ ടുഡേ. സോ ഫസ്റ്റ് മൊഡ്യൂൾ വിൽ ബി ഡീലിംഗ് വിത്ത് വാട്ട് ഇസ് ഫോർമേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഫോർമേഷൻ എങ്ങനെ, അല്ലെങ്കിൽ വാട്ട് ഇസ് മെൻ ബൈ എ കമ്പനി, വാട്ട് ആർ ദിസ് കമ്പനി ലോ, അതെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബിഫോർ ഗോയിങ് ഇൻ എ കമ്പനി വി വോണ്ട് ടു നോ വാട്ട് ഇസ് കമ്പനി ലോ. കമ്പനി ലോ എന്താണ്? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഫോം ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുമ്പോഴേക്ക് കുറേ ലോസിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ മെയിനാണ് കമ്പനി ലോ. അപ്പോൾ കമ്പനി ലോ തന്നെയാണ് നമ്മുടെ ഈ സബ്ജക്റ്റിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്തു, അല്ലെങ്കിൽ കമ്പനി ലോ എന്ന കൺസെപ്റ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ദാറ്റ്സ്. So the principles behind the Indian company law are law to the English law.
നമ്മുടെ കമ്പനി ലോ എന്ന് പറയുന്നത് ഇന്ത്യൻ ലോ ആണ്, കോർപ്പറേറ്റ് ലോ എന്നുള്ളത്. ഇതിന് മുമ്പ് ബിസിനസ് വേൾഡിൽ ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് കമ്പനികളാണ്. സോ ദർ വർ കോൾഡ് ദ ഇംഗ്ലീഷ് ലോ പ്രിലവൻ്റ് ആയിരുന്നു പണ്ടൊക്കെ. നമ്മുടെ ഇവിടെ കമ്പനി ലോ വരുന്നതിന് മുമ്പേ ഇംഗ്ലീഷ് ലോ നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു. ആൻഡ് ഇൻ ഇംഗ്ലണ്ട് ദ കമ്പനീസ് ഒറിജിനേറ്റഡ് ആസ് വോളണ്ടറി അസോസിയേഷൻ. ആ സമയത്ത് കമ്പനികൾ ഉണ്ടായതെന്ന് വെച്ചാൽ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്, രണ്ട് കൂട്ടർ അവർ ഓക്കെയാണ് ഒരു ജോയിൻ ചെയ്യുക, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അങ്ങനെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വോളണ്ടറി ആയിട്ട് അവർ അസോസിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് കമ്പനീസ് ഉണ്ടായിരുന്നത്. സോ ഇറ്റ് വാസ് സിമ്പിൾ അസോസിയേഷൻ. അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ജസ്റ്റ് ആൾക്കാർ വന്നു, അവരുടെ റിസോഴ്സസ് ക്യാപിറ്റൽ എല്ലാം കൊടുത്തു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഫംഗ്ഷൻസിൽ. പക്ഷേ അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ പതുക്കെ ആൾക്കാരെ ചീറ്റ് ചെയ്യാൻ തുടങ്ങി. ദ ലോക്കൽ പബ്ലിക് വർ ബീങ് ചീറ്റഡ് ബൈ ദിസ് കമ്പനീസ്. അങ്ങനെ ചീറ്റിങ്സ് ഉണ്ടായി വന്നപ്പോഴാണ് നമ്മുടെ ബബിൾസ് ആക്ട് ഓഫ് 1825 സ്റ്റാർട്ട് ചെയ്തത്. ബബിൾസ് ആക്ട് ഓഫ് 1825 in which made the formation of companies illegal. ആ ലോയ്ക്ക് അനുസരിച്ച് കമ്പനി ഉണ്ടാക്കുന്നത് ഇല്ലീഗൽ ആണ് എന്ന കൺസെപ്റ്റ് വന്നത് ബബിൾസ് ആക്ട്. ബബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ബബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടായി വലുതായി കാണിച്ച് പൊട്ടിപ്പോകുന്നതാണ്. അതേപോലെ തന്നെയാണ് കമ്പനി എന്നതാണ് ഈ ആക്റ്റിൽ മെൻഷൻഡ് ആയിരുന്നത്. ഇറ്റ് വിൽ ജസ്റ്റ് എമേർജ് ദെൻ ഇറ്റ് വിൽ ബേസ്റ്റ് ഔട്ട് എന്ന കൺസെപ്റ്റ് ആയിരുന്നു. അങ്ങനെ ബബിൾസ് ആക്ട് വന്നതിന് ശേഷമാണ് മനസ്സിലായത്, കമ്പനി ഓർഗനൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഇസ് ഇല്ലീഗൽ എന്നാണ് പറയുന്നത്. സോ ദ പ്രോസസ് ഓഫ് റോയൽ ചാർട്ടർ പ്രിപ്പറേഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. റോയൽ ചാർട്ടേഴ്സ് എടുക്കുന്നവർക്ക് മാത്രം കമ്പനി സ്റ്റാർട്ട് ചെയ്യാം എന്ന കൺസെപ്റ്റ് വന്നു ബൈ റിപ്പീലിംഗ് ദ ബബിൾസ് ആക്ട് ഇൻ 1825. 1825 ആയപ്പോൾ കുറച്ച് ഫോർമേഷന് വേണ്ടി കുറച്ചുകൂടെ ബബിൾസ് ആക്ട് ഓഫ് 1720 മാറ്റി കുറച്ച് റിവൈസ്ഡ് വേർഷൻ വന്നു. അതോടെ കമ്പനീസും പതുക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു നമ്മുടെ കമ്പനീസിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ആദ്യം കമ്പനീസ് ഒന്നും വിശ്വാസമില്ലായിരുന്നു, ആൾക്കാർക്കൊന്നും വിശ്വാസമില്ലായിരുന്നു അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പതുക്കെ വിശ്വാസങ്ങൾ കൂട്ടിയാണ് കമ്പനീസ് ആദ്യമായിട്ട് വന്നത്. സോ ദ ഹിസ്റ്ററി ഓഫ് ദ മോഡേൺ കമ്പനി ലോ കെയിം ഇൻ 1844. 1844 മോഡേൺ കമ്പനി ലോ ആദ്യമായി വന്നതും അതോടെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആക്ട് ഇംഗ്ലണ്ടിൽ ആദ്യമായി പ്രാബല്യത്തിലും വന്നത്. അങ്ങനെ പതുക്കെ റോയൽ ചാർട്ടേഴ്സും ആക്ടിനെയും ബേസ് ചെയ്ത്, അത് റോയൽ ചാർട്ടേഴ്സും ആക്ടും എല്ലാം പാർലമെൻറ്റ് പാസ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്ത് കമ്പനീസ് ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് ദിസ് ലെജിസ്ലേഷൻ ക്രിയേറ്റഡ് ദ ഓഫീസ് ഓഫ് രജിസ്റ്റർ ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ബിഫോർ ഹൂം ദ പീപ്പിൾ വുഡ് രജിസ്റ്റർ ദ കമ്പനി. അങ്ങനെ പതുക്കെ ചുമ്മാ ഉള്ള വോളണ്ടറി അസോസിയേഷൻ മാറി ഇതിന് രജിസ്ട്രേഷൻ വേണം എന്നതും വന്നത് ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആക്ടിലായിരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി ആക്ട് 1855 ഒരു ആക്ട് പാസ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് പാർലമെൻറ്റിൽ. അതിനെ ബേസ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ അവർ നഷ്ടമുണ്ടായി അവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൂ എന്ന കൺസെപ്റ്റിലായിരുന്നു. അതേ കൺസെപ്റ്റായിരുന്നു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലും പ്രാബല്യത്തിൽ വന്നത്. അതോടെ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആക്ടും പതുക്കെ വീക്കാവാൻ തുടങ്ങി. അതിനുശേഷം വന്നതാണ് ദ പ്രൈവറ്റ് കമ്പനീസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആഫ്റ്റർ ദ ഇനാക്ട്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ട് ഓഫ് 1908. 1908 ആയി വന്നപ്പോഴേക്ക് ഈ ലിമിറ്റഡ് ആക്ടിനെ പല പ്രാവശ്യമായി റിവൈസ്ഡ് ആക്കി. 1855 1862 90s ഒക്കെ റിവൈസ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കമ്പനീസ് ആക്ട് 1908 പ്രാബല്യത്തിൽ വന്നു. And which was again enacted in 1929, 1948, etc. അങ്ങനെ നമ്മുടെ ഇൻഡിപെൻഡൻസ് സമയം 48 ആയപ്പോഴേക്ക് ഓൾമോസ്റ്റ് എ റിമാർക്കബിൾ ലെജിസ്ലേഷൻ, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനീസ് ആക്ട് നമുക്ക് പ്രാബല്യത്തിൽ വന്നു. ആ കമ്പനീസ് ആക്ടിൽ എന്തെല്ലാമാണോ തീരുമാനമെടുക്കുന്നത്, അതെങ്ങനെയാണ് ഇപ്പോൾ ഓരോ കമ്പനീസ് ഫോളോ ചെയ്യുന്നതെന്നാണ് നിങ്ങളുടെ ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് നമ്മൾ മെയിൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ബബിൾസ് ആക്ട് എങ്ങനെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലേക്ക് വന്നു, അവിടെ ലിമിറ്റഡ് ലയബിലിറ്റി ഫേസ് ചെയ്തു, അങ്ങനെ ഫൈനലി കമ്പനീസ് ആക്ട് വന്നു. ഈ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ടത്. സോ നെക്സ്റ്റ് വി ക്യാൻ ഗോ ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് ദിസ് കമ്പനി ആക്ട്. ഇപ്പോൾ പറഞ്ഞ തന്നെ ഒരു ഹിസ്റ്ററിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ലെജിസ്ലേഷൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആക്ട് ആയിരുന്നു 1850. അപ്പോൾ അത് പതുക്കെ അത് ബേസ് ചെയ്തിരുന്നത് എന്തിലായിരുന്നു, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ആക്ടിനെ എല്ലാം ബേസ് ചെയ്ത് അതൊരു മോഡലാക്കി വെച്ചായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലെജിസ്ലേഷനായിട്ടുള്ള JSC, ദാറ്റ് ഈസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് വന്നത്.
അങ്ങനെ ദ ആക്ട് ഓഫ് 1857 is remarkable for the introduction of the concept of limited liability to Indian corporate law. അങ്ങനെ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യൻ കോർപ്പറേറ്റ് ലോയിലേക്ക് പ്രാബല്യത്തിൽ വന്നു. ആൻഡ് the Indian Companies Act was later formed in 1913, and after independence 12-person committee was formed with the chairmanship of Mr. H.C. Baba. അപ്പോൾ H.C. ബാബയുടെ ചെയർമാൻഷിപ്പിൽ 12 മെമ്പേഴ്സ് ഉള്ളൊരു കമ്മിറ്റി ഉണ്ടായി. അത് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തതാണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അതാണ് ഫൈനലി കമ്പനീസ് ആക്ട് 1956 എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഹിസ്റ്ററി ഓഫ് കമ്പനി ലോ ഇൻ ഇന്ത്യ. എങ്ങനെ കമ്പനി ലോ നമ്മുടെ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു, ആ ഹിസ്റ്ററിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആദ്യം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായി വന്നു. അത് ഇംഗ്ലീഷ് ലോയിനെ ബേസ് ചെയ്ത്, ഇംഗ്ലീഷ് ആക്ട് ഓഫ് 1844 ബേസ് ചെയ്തിട്ടാണ് ദിസ് 1850 ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആക്ട് വന്നത്. എന്നിട്ട് പതുക്കെ 1857 ആയപ്പോൾ നമ്മളുടെ ലിമിറ്റഡ് ലയബിലിറ്റി കൺസെപ്റ്റ് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം കുറേ ഇനാക്ട്മെൻറ്റ്സ് വന്നു. 1866 1882 ഒക്കെ ഇനാക്ട്മെൻറ്റ് വന്നു. 1913 ആയപ്പോൾ കമ്പനി ആക്ട്, ഇന്ത്യൻ കമ്പനി ആക്ട് തന്നെ വന്നു. അതിനുശേഷം ഇൻഡിപെൻഡൻസ് ആയപ്പോഴേക്ക് 12-person കമ്മിറ്റി, 12-member കമ്മിറ്റി ആയ ഒരു കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഇൻ വിച്ച് ദ ചെയർമാൻഷിപ്പ് വാസ് ഫോർ ദ H.C. ബാബ. H.C. ബാബയുടെ ഒരു ലീഡർഷിപ്പിലായിരുന്നു, ചെയർമാൻഷിപ്പിലായിരുന്നു നമ്മളുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഓഫ് 1956 കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ഹിസ്റ്ററി. നമ്മൾ ഇൻട്രൊഡക്ഷനും കണ്ടു, എങ്ങനെയാണ് നമ്മുടെ കമ്പനീസ് ആക്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് അബ്സോർബ്ഡ് ആയതും എന്നതും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. സോ നൗ വി ക്യാൻ ഗോ ഇൻ ടു ഡീറ്റെയിൽസ് ഓഫ് വാട്ട് ഇസ് കമ്പനീസ് ആക്ട് ഓഫ് 2013. 2013 കമ്പനീസ് ആക്ട് 1956 കമ്പനീസ് ആക്ടിനെ 2013 നമ്മൾ റിവൈസ് ചെയ്തു, അമെൻഡ് ചെയ്തു. അമെൻമെൻറ്റ്സ് നമ്മൾ ഒരേ ആക്ടിൻ്റെ പേര് 2-3 ഡേറ്റ്സ് കണ്ട അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആദ്യത്തെ വർഷം അത് സ്റ്റാർട്ട് ചെയ്തതായിരിക്കും. പിന്നെ ഓരോ വർഷങ്ങളോ 2-3 വർഷം ചേരുമ്പോൾ ഓരോരോ പുതിയ പുതിയ റെസൊല്യൂഷൻസ് പാർലമെൻറ്റ് പാസ് ചെയ്യുന്നത് ആക്റ്റായി വരുമ്പോഴേക്ക് അതിനനുസരിച്ച് മോഡിഫിക്കേഷൻസ് വരുത്തും. നമ്മുടെ ആക്ടിൽ തന്നെ പല പല കാര്യങ്ങൾ ആഡ് ചെയ്യും, ചിലതെല്ലാം റിമൂവ് ചെയ്യും. അതിനെയൊക്കെയാണ് നമ്മൾ അമെൻമെൻറ്റ്സ് എന്ന് പറയുക. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പല പ്രാവശ്യമായിട്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ഇപ്പം പുതിയ പുതിയ ലോസ് വരുമ്പോൾ, ഇപ്പോൾ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയിലൊക്കെ പുതിയ പുതിയ ഓരോ പ്രൊവിഷൻസ് വരും. ആ പ്രൊവിഷൻസ് വരുന്നതിനനുസരിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് വരുത്തും. അതും കോൺസ്റ്റിറ്റ്യൂഷനിലെ അമെൻമെൻറ്റ്സ് ആണ്. അതേപോലെ തന്നെ കമ്പനീസ് ആക്ടിലും ഫാക്ടറീസ് ആക്ടിലും ലേബേഴ്സ് ആക്ട്, അങ്ങനെ പല ആക്ടുകളിലും, പൊല്യൂഷൻ കൺട്രോൾ ആക്ട്, ഇതിലെല്ലാം പല രീതിയിലുള്ള അമെൻമെൻറ്റ്സ് വരും. അങ്ങനെ കമ്പനീസ് ആക്ടിൽ ആദ്യം ഉണ്ടായ 1956 ചേഞ്ച് ചെയ്ത് 2013 പല രീതിയിലുള്ള അമെൻമെൻറ്റ്സ് വന്നു. അതുകൊണ്ടാണ് കമ്പനീസ് ആക്ട് ഓഫ് 2013 എന്നിപ്പോൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചേഞ്ചസ് ഉണ്ടായാലും നമുക്ക് കുറേയൊക്കെ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് കമ്പനീസ് ആക്ട് മുന്നോട്ട് പോകുന്നത്, അല്ലേ? നമ്മൾ പണ്ടൊരു അഗ്രേറിയൻ കൺട്രി ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതിനേക്കാളും ചെറിയ ചേഞ്ചസ്. അഗ്രേറിയൻ കൺട്രി എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്കോണമി ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ എക്കോണമി. മാക്സിമം പേര് അഗ്രികൾച്ചറായിരുന്നു എന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ആ ഒരു കൾച്ചറിൽ നമ്മൾ മാറിയിട്ട് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ കൾച്ചറിലേക്ക് പോകുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ നമ്മൾ വരുത്തിയിട്ടുള്ളൂ. ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് മാത്രമേ നമ്മൾ വരുത്തിയിട്ടുള്ളൂ. അങ്ങനെ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടായി under the Dr. J.J. Irani to advise the government on the changes that required to be introduced. അപ്പോൾ ഈ അഗ്രേറിയൻ ടു ഇൻഡസ്ട്രിയിലാവുമ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ കമ്പനീസ് ആക്ടിൽ വരണം. അതിനെ പറ്റിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ദ എക്സ്പേർട്ട് കമ്മിറ്റി അണ്ടർ J.J. ഇറാനി, ഡോക്ടർ J.J. ഇറാനിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപാന്തരപ്പെട്ടു. And based on the recommendations of the committee, wider consultations were made with stakeholders. പല കമ്പനിയിലൂടെ സ്റ്റേക്ക് ബേസ് ചെയ്ത് പല പല പുതിയ ലെജിസ്ലേഷൻസും കൂടുതൽ റെക്കമെൻഡേഷൻസും എല്ലാം പ്രാബല്യത്തിൽ വന്നു. അങ്ങനെ the company bill was finally accepted by the government, and the company bill was introduced in the parliament on the year 2012. 2012 ആയപ്പോഴേക്ക് കമ്പനീസ് ബില്ലും വന്നു. ആ കമ്പനീസ് ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ലോക്സഭ പാസ് ചെയ്തു ഓൺ 18/12/2013. ഡിസംബർ 18 അത് ലോക്സഭയും അതിനുശേഷം ഓഗസ്റ്റ് 8 2013 അത് രാജ്യസഭയും അക്സെപ്റ്റ് ചെയ്തു, പാസ്സായി. അങ്ങനെ കമ്പനീസ് ബിൽ വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ 2012 and 13 പീരീഡ്. ഓക്കെ, പിന്നെ ഇതിന് ഇങ്ങനെ ഫോഴ്സിൽ വന്നു. പക്ഷേ ഇപ്പോൾ പാസ് ചെയ്തതിൽ അത് ഫോഴ്സിൽ വന്നത്
12th February 2013 ഓൺവേർഡ്സ് ആയിരുന്നു. അപ്പോഴാണത് ഫോഴ്സിലേക്ക് നമുക്ക് അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് കിട്ടണം, പ്രസിഡൻറ്റ് സമ്മതിക്കണം. ഇപ്പോൾ ലോക്സഭയും രാജ്യസഭയും പാസ് ചെയ്തു 2013-12 ഒക്കെ ആയപ്പോൾ പാസ്ഡൊക്കെ ആയി. പിന്നെ ഒരു പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് കിട്ടിയത് 2013 ഓഗസ്റ്റ് ഒക്കെ ആയി. അതിനുശേഷം came into force on 12th September 2013. And initially there were many sessions, many chapters in Companies Act of 1956. 1956 Companies Act ആദ്യം വന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 658 സെഷൻസ് ഉണ്ടായിരുന്നു. 13 പാർട്ടും 15 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. പിന്നെ 2013 മാറിയപ്പോഴേക്ക് ആ ഷെഡ്യൂൾസിൻ്റെ എണ്ണം കുറഞ്ഞു. അതുപോലെ ചാപ്റ്റേഴ്സ് 29 ചാപ്റ്റേഴ്സ്, 7 ഷെഡ്യൂൾസ് ആൻഡ് 470 സെഷൻസ് were there in Companies Act. So, Companies Act of 2013 വന്നത് പറഞ്ഞാൽ ആദ്യം 1956 a Company Act was passed which got many amendments and finally the Companies Act of 2013 was formed, for which an expert committee under J.J. Arani was working and on which a company's bill was passed by the Lok Sabha and Rajya Sabha by 2013 and 12 and which got the assent from the President on 29th August 2013 and it came into existence or into force on 12th September 2013 onwards. Initially the Companies Act consists of almost 658 sessions under 13 parts and 15 sessions, but now it has been reduced to 29 chapters, 7 schedules and 470 sessions within the Companies Act of 2013. This is all about what is Companies Act. Okay, so first we have discussed what is the history. എങ്ങനെ നമ്മൾ introduction കണ്ടു, then what is the history of Companies Act and what is really the present Companies Act. 2013 Companies Actനെ പറ്റിയിട്ടുള്ളൊരു ബ്രീഫായിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. Now we want to study what is a framework for the Companies Act administration. എന്തൊക്കെയാണ് ഇതിനുള്ള ഫ്രെയിംവർക്ക്? നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ കമ്പനീസിൻ്റെ ഒരു നിലനിൽപ്പിന് അതിനെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പനീസ് ആക്റ്റും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, ഫോർ വിച്ച് ദിസ് കമ്പനീസ് ആക്ട് ഓഫ് 2013 വാസ് ഫോം. So, like these, there are many other legislation also. Security and Exchange Board of India, അതാണ് ഇവിടെ SEBI 1992 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ Securities Contract Regulation Act of 1956, the Depository Act of 1996. These all are for the administration of company. Companies Act മാത്രം ഉപയോഗിച്ച് നമുക്ക് കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് SEBI, Security Contract and Depository Act ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഇതേ കൺസെപ്റ്റിലാണ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കമ്പനീസ്. സോ കമ്പനി കമ്പനി ലോയുടെ ഒരു ഫ്രെയിം വർക്ക് പറയുമ്പോൾ നമുക്കിതെല്ലാം പറയാൻ പറ്റും. സോ ഇൻ കേസ് ഓഫ് എ ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എക്സസൈസ് സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ്. ലിസ്റ്റഡ് കമ്പനീസിൻ്റെ മാക്സിമം പവർ ഇരിക്കുന്നത് സെബിയുടെ കീഴിലാണ്. സെബി കൺട്രോൾസ് ദിസ് ടോട്ടൽ ആക്ടിവിറ്റീസ് ഓഫ് എ ലിസ്റ്റഡ് കമ്പനീസ്. സോ പവേഴ്സ് അണ്ടർ ദ കമ്പനീസ് ആക്ട് ആർ ഓൾസോ ഈ സെബി അല്ലാതെ വേറെ ഉള്ളവരെന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്റ്റർ ഓഫ് കമ്പനീസ്, അതുപോലെ റീജിയണൽ ഡയറക്ടേഴ്സ്, അവരൊക്കെയാണ് കമ്പനീസിൻ്റെ കൺട്രോളിന് കാരണമായിരിക്കുന്ന ആൾക്കാർ. അതേപോലെ സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ് കൊടുത്തിരിക്കുന്ന വേറെ 2 ടീംസാണ്, 2 ഗ്രൂപ്പ് ട്രിബ്യൂണൽസാണ്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണൽസ്. ദർ ആർ 2 tribunals which are associated with the substantial powers vested, which are NCLT and NCLAT, National Company Law Tribunal and National Company Law Appellate Tribunal. 2 ട്രിബ്യൂണൽസും ഉണ്ടായിരുന്നു. അപ്പം ഈ ട്രിബ്യൂണൽസിൽ കിട്ടുന്ന NCLATയുടെ അപ്പീൽസ് എല്ലാം ഫയൽ ചെയ്യുന്ന സുപ്രീം കോർട്ടിലേക്കായിരിക്കും. അതുപോലെ ക്രിമിനൽ മാറ്റേഴ്സ് ആണെങ്കിൽ ആ പ്രൊവിഷൻസ് എല്ലാം സ്പെഷ്യൽ കോർട്സിലോട്ടും പോകും. സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. ഫ്രോഡലൻ്റ് ആക്ടിവിറ്റീസ് എല്ലാം നോക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരിക്കും, SIFO. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് എന്ന് ചോദിച്ചാൽ പറയും. അപ്പോൾ കമ്പനി നമ്മൾ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രോപ്പർ ഫങ്ഷന് വേണ്ടി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതുപോലെ തന്നെ കമ്പനിയുടെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പനീസ് ആക്ട് വന്നത്. അപ്പോൾ കമ്പനീസ് ആക്ട് മാത്രം ഉപയോഗിച്ച് നമ്മൾ കമ്പനീനെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് സെബി, ഡെപ്പോസിറ്ററി ആക്ട്, സെക്യൂരിറ്റി കോൺട്രാക്ട് ആക്ട്, അതുപോലെയുള്ള ഓരോ ആക്ട്സും നിലവിലുള്ളത്. ഇതേപോലെ തന്നെ 2 ട്രിബ്യൂണൽസും ഉണ്ട് കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കാൻ വേണ്ടി, വിച്ച് ആർ ദ NCLT ആൻഡ് NCLAT, നാഷണൽ
കമ്പനി ലോ ട്രിബ്യൂണൽ ആൻഡ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. അതേപോലെ ഈ NCLAT കിട്ടുന്ന ഓരോ കേസുകളും അപ്പീൽസ് എല്ലാം പോകുന്ന സുപ്രീം കോർട്ടിലോട്ടും ക്രിമിനൽ കേസുകളായിട്ടുള്ള ഇഷ്യൂസൊക്കെ സ്പെഷ്യൽ കോർട്സിലോട്ടുമാണ് പോകുന്നത്. അതുപോലെ സീരിയസ് ഫ്രോഡ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യുന്നത് SFIO ആണ്. അതായത് സീരിയൽ ഫ്രോഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ കമ്പനി ആക്ടിന് പറഞ്ഞിട്ടുള്ള ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിം വർക്ക് ഓഫ് കമ്പനി ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടതാണ് NCLAT, NCLAT, etc. Okay, so we have discussed what is the history, what is the introduction and the Companies Act in a short, and also the framework of, or the administrative framework of the company law. Okay, so next we want to know what is a company. ഇപ്പോൾ നമ്മൾ കമ്പനി ലോ എന്താണെന്ന് കണ്ടു. കോർപ്പറേറ്റ് ലോ അല്ലെങ്കിൽ കമ്പനി ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്നൊരു ഓൾമോസ്റ്റ് ആ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ കവർ ചെയ്യുന്ന എന്തായിരിക്കും, നമ്മുടെ കമ്പനിയുടെ ഫോർമേഷൻ എങ്ങനെ, ഹൗ ടു ഫോം എ കമ്പനി, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ഷുഡ് ഫോക്കസ് വൈൽ ഫോമിങ് എ കമ്പനി, ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കമ്പനീസ് ദാറ്റ് വി ക്യാൻ ഓർഗനൈസ്, എക്സെട്ര. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബിഫോർ ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽസ്, വി വോണ്ട് ടു സ്റ്റഡി വാട്ട് ഇസ് എ കമ്പനി. ഒരു കമ്പനി എന്ന ടേം കൊണ്ട് എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. കമ്പനി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ്സ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലേ. ഒരു കോമൺ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ചേർന്ന് അസോസിയേറ്റ് ചെയ്യുന്നതിനെ തന്നെ നമുക്ക് കമ്പനി എന്ന് പറയാം. സോ കമ്പനി ക്യാൻ ബി റെഫർ ടു ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോർ ക്യാരിയിങ് ഓൺ എ കൊമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ്. ഒരു ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ് റൺ ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ചേർന്നുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കമ്പനി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ വി ക്യാൻ ഗീവ് എനി ഡെഫിനേഷൻ. ഇവിടെ നമ്മൾ ഒരു മെയിൻ സിമ്പിൾ ഡെഫിനേഷനാണ് പറഞ്ഞിരിക്കുന്നത്. എ വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ, ഉറപ്പാണ്, ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ. നോബഡി ഫോഴ്സസ് ടു ഫോം എ കമ്പനി അല്ലേ, നമ്മളുടെ ഇഷ്ടത്തിന്. സോ ഇറ്റ് ഈസ് എ വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഇസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഹാവിങ് എ കോമൺ സീൽ. ഇതിൽ തന്നെ നമ്മൾ പല ടേംസും വരുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനിയിൽ വരുന്ന പല പല ടേംസ് ഇവിടെ പറയുന്നുണ്ട്. കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നാണ് പറയാം. കമ്പനി ഹാസ് എ ലീഗൽ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നാണ് പറയാം. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറെയും കമ്പനി വേറെയാണ്. എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ എന്ത് മാറ്റേഴ്സും ഞാൻ ഏൽക്കേണ്ട കാര്യമില്ല. കമ്പനി ഈസ് എ സെപ്പറേറ്റ് പേഴ്സൺ, ഹി ഈസ് എ ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം മീ. ഞാൻ വേറെ, കമ്പനി വേറെ. ഇപ്പം ഞാൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ കമ്പനി ആയിരിക്കും, ഞാൻ തന്നെ തുടങ്ങിയൊരു കമ്പനിയാണെങ്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനി ഒരു ഡെറ്ററാണ്, ഞാനൊരു ക്രെഡിറ്ററാണ്. ഞാനാണ് കമ്പനിക്ക് കടമായിട്ട് കൊടുത്തേക്കുക അവിടെ ക്യാപിറ്റൽ. അപ്പോൾ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, കമ്പനി ഈസ് ഓൾവേസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അതുപോലെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി തന്നെയാണ്. അതേപോലെ ആ കമ്പനിക്ക് ഫേസ് ചെയ്യേണ്ട ജസ്റ്റ് ലിമിറ്റഡ് ലയബിലിറ്റീസ് ആയിരിക്കും. ഒരിക്കലും ഒരു കടം കയറി കമ്പനി നശിച്ചു പോകത്തില്ല. കമ്പനിക്ക് ഒരു ലിമിറ്റഡ് ലയബിലിറ്റിയുടെ ബിയർ ചെയ്യേണ്ടത് കാര്യമുള്ളൂ, ബാക്കിയെല്ലാം അൺലിമിറ്റഡ് അല്ല. പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലോ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഫുള്ളി നമ്മളാണ് ആ ലയബിലിറ്റിയുടെ അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ജോയിൻറ്റ് ഹിന്ദു ഫാമിലി കൺസെപ്റ്റൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതിനകത്ത് കർത്ത എന്ന് പറഞ്ഞ ആൾ ഫുള്ളി ബിയർ ചെയ്യേണ്ടി വരുന്നുണ്ട് ലോസസ് ഒക്കെ. പക്ഷേ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ലിമിറ്റഡ് ലയബിലിറ്റി കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ കമ്പനിക്ക് ഒരു കോമൺ സീലും ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം ചേർത്തിട്ടാണ് ഇവിടെ ഒരു ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. എ വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഇസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഹാവിങ് എ കോമൺ സീൽ ഇസ് കോൾഡ് എ കമ്പനി. സിമ്പിൾ ടേംസിൽ. അല്ലെങ്കിൽ നമുക്ക് കമ്പനീസ് ആക്ട് 2013 കമ്പനീനെ മെൻഷൻ ചെയ്തിരിക്കുന്ന എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്, കമ്പനീസ് ആക്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഓർ അണ്ടർ എനി ഓഫ് ദ പ്രീവിയസ് കമ്പനി ലോ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ 2013 ആക്ട് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പല ആക്ടുകളും ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തുണ്ടാക്കിയ ഒരു കമ്പനി, ഒരു അസോസിയേഷനെയാണ് നമ്മൾ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 220 ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. സെക്ഷൻ 220 കമ്പനിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേറൊരു ഡെഫിനിഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ കമ്പനി എന്താണെന്ന് പറഞ്ഞല്ലോ. കമ്പനി എന്ന് പറയുമ്പോൾ ഓൾവേസ് ഇറ്റ് ഇസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ അപ്പാർട്ട് ഫ്രം ദ പ്രൊമോട്ടേഴ്സ്. ഇപ്പോൾ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഐ ആം എ പ്രൊമോട്ടർ ഓഫ് ദ കമ്പനി, വൈൽ കമ്പനി ഈസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അവർക്ക് സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഉണ്ട്, ആൻഡ് ദേ ആർ ഓൺലി ഹാവിങ് ലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് ഓൾസോ ഹാവിങ് എ കോമൺ സീൽ. ദിസ് ആർ ദ ഡിഫറൻസ്.
ഓക്കെ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പും കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം ഇത്. സോൾ പ്രൊപ്രൈറ്ററിലെല്ലാം ആ ഒരു പേഴ്സൺ തന്നെയാണ്. കമ്പനി കൂടി അയാൾ മരിച്ചാൽ കമ്പനി അടഞ്ഞു, അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എൻഡ് ആവുകയാണ്. പക്ഷെ കമ്പനിക്ക് ഒരിക്കലും മരണമില്ല. ഇപ്പം അതിൻ്റെ പ്രൊമോട്ടറായ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, എൻ്റെ മരണം കൊണ്ട് ആ കമ്പനി നിന്ന് പോകുന്നില്ല. ഇറ്റ് വിൽ റീറ്റെയിൻ ഇറ്റ്സ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ ആ ലൈഫ് പിന്നെയും ഉണ്ട് കമ്പനിക്ക്. ഓക്കെ, അത് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ മനസ്സിലാവും. സോ വി ക്യാൻ മൂവ് ഇൻ ടു ദാറ്റ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി? ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കാം. കമ്പനി ആക്ടിനെ ബേസ് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ we can call a thing so voluntary association of person to be a company if it is only registered within the register of companies. അപ്പോൾ അങ്ങനെയുള്ളൊരു രജിസ്റ്റേർഡ് കമ്പനിക്ക് എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും? ദ ഫസ്റ്റ് വൺ ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇൻഡിപെൻഡൻറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആണ്. കമ്പനി ലോ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ പൈസയും കമ്പനിയുടെ പ്രോപ്പർട്ടി ഒരിക്കലും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ല. ഷെയർ ഹോൾഡേഴ്സ് എന്തെങ്കിലും കമ്പനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു കടം കൊടുക്കുന്ന പോലെയുള്ളൂ. കമ്പനിയാണ് ആ ലയബിലിറ്റി ബിയർ ചെയ്യുന്നത്. മണി, ദ അസറ്റ് ആൻഡ് ദ ലയബിലിറ്റീസ് ഓഫ് ദ കമ്പനി ആർ വിത്തിൻ ദ കമ്പനി ഇറ്റ്സ്, നോട്ട് ഫോർ ദ പ്രൊമോട്ടേഴ്സ്. ഓക്കെ, സോ ദിസ് ഇസ് എ തിങ് അബൌട്ട് ദ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ആ ഒരു എൻറ്റിറ്റി, ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വെച്ച് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്ന ഒരു കേസ് സ്റ്റഡി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് സലമൻ വേഴ്സസ് സലമൻ ആൻഡ് കോർപ്പറേഷൻ ലിമിറ്റഡ്. സലമൻ ഹാഡ് എ ബിസിനസ് ഇൻ ബൂട്ട് മാനുഫാക്ചർ. ബൂട്ട് മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു സലമൻ. ആൻഡ് ഹി ഫോംഡ് എ കമ്പനി കോൾഡ് സലമൻ ആൻഡ് കോ ആൻഡ് ട്രാൻസ്ഫർ ദ ബിസിനസ് ടു ദ ന്യൂലി ഫോംഡ് കമ്പനി. അയാൾ എന്ത് ചെയ്തു? ആ ബൂട്ട് മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകാരൻ പതുക്കെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അയാളുടെ ബൂട്ട് മാനുഫാക്ചറിങ് ഈ കമ്പനിയിലേക്ക് മാറ്റി. സോ മിസ്സസ് സാലമൻ, ഹിസ് വൈഫ്, ഡോട്ടർ ആൻഡ് ദ 4 sons were the ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇയാളുടെ കൂടെ തന്നെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഭാര്യയും അതുപോലെ മോളെയും 4 ആൺപിള്ളേരെയും കൂടെ ഷെയർ ഹോൾഡേഴ്സ് ആക്കി. As consideration for the transfer, he received the major portion of the shares of the company and debentures for $10,000. $10,000 ആയിട്ടുള്ള ഫുൾ അത്രയും എമൗണ്ടിന് അയാളായിരുന്നു ഷെയർ ഹോൾഡർ. അങ്ങനെയായിരുന്നു ട്രാൻസ്ഫർ സുഖത്തിന് വേണ്ടിയിട്ട് അയാൾ വെച്ചിരുന്നത്. ലേറ്റർ ഓൺ ദ കമ്പനി വെന്റ് ഇൻ ടു ലിക്വിഡേഷൻ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കമ്പനി നഷ്ടത്തിലോടോ എന്തോ കൊണ്ട് കമ്പനി ലിക്വിഡേഷനിലേക്ക് പോയി. അതിൻ്റെ അസറ്റ്സ് എല്ലാം വിൽക്കാൻ തുടങ്ങി. സാലമൻ ക്ലെയിം ദ പേയ്മെൻറ്റ് ഓഫ് ദി എമൗണ്ട് കവേർഡ് ബൈ ദ ഡെറ്റേഴ്സ് ഫ്രം ദ അസറ്റ്സ് ഓഫ് എ കമ്പനി. അയാൾ എന്ത് ചെയ്തു? ആ കടം മൊത്തം കമ്പനിയുടെ അസറ്റ്സ് വിറ്റിട്ട് തന്നെ, അതിൻ്റെ ഡിബഞ്ചേഴ്സ് വിറ്റ് തന്നെ കവർ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി ഒബ്ജക്റ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ business really belong to Salomon and he cannot be allowed to claim as a secured creditor. അപ്പം ഇതിൽ ക്രെഡിറ്റ് ഈ കമ്പനിയിലേക്ക് പലവരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പുറത്തുള്ളവർ. അപ്പോൾ അവർ ക്ലെയിം ചെയ്യാൻ തുടങ്ങി ഈ കടം മൊത്തം കമ്പനിയുടെ ഒന്നുമല്ല, സലമൻ്റെ കടമാണ് ഈ അയാൾ ഇതിൽ നിന്ന് വീട്ടുന്നത് എന്ന രീതിയിൽ കംപ്ലൈൻറ്റ് പോയി. And the court held that the Salomon as an individual is quite different from Salomon and company and he could therefore be a secured creditor of the company even though he happened to hold the majority of shares. അയാൾ അത്രത്തോളം ഷെയർസ് ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിലും അയാൾ ഒരു സെക്യൂർഡ് ക്രെഡിറ്റർ ആണെന്നാണ് അവസാനം കോർട്ടിലെ കേസ് വന്നത്. അയാൾ ഒരു ഇൻഡിവിജ്വൽ ആണ്, കമ്പനി വേറെ, അയാൾ വേറെയാണെന്നുള്ളത് കോർട്ട് തെളിയിച്ചു. ഇറ്റ് വാസ് ഡ്യൂ ടു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ക്യാരക്ടറിസ്റ്റിക് ലൈക്ക് ദ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വെച്ചിട്ടാണ് ഈ ഒരു കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കൊരു ചെറിയൊരു അസൈൻമെൻറ്റ് ഞാൻ തരുകയാണ്. നിങ്ങൾ ഈ സലമൻ ആൻഡ് സലമൻ വേഴ്സസ് കമ്പനി ലിമിറ്റഡ് ഈ കേസ് സ്റ്റഡി പഠിക്കണം. അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ആ കേസ് സ്റ്റഡി മാത്രം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഓക്കെ, അത് മനസ്സിലായല്ലോ. സോ നെക്സ്റ്റ് വൺ ഇസ് ദ ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഫീച്ചർ ദാറ്റ് എ ഗ്രേറ്റർ കമ്പനി എ നമ്പർ ഓഫ് പീപ്പിൾ ഇൻവെസ്റ്റ് മണി ഇൻ ലിമിറ്റഡ് കമ്പനീസ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കുറേ ആൾക്കാർ ലിമിറ്റഡ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ കമ്പനി മേ ബി എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഓർ എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. നമുക്ക് പറയാം രണ്ട് രീതി കമ്പനിയെ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയാം. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ ഇതൊന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചത്, നമ്മളൊന്ന് റിവൈസ് ചെയ്യാം. ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഇസ് ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർസ്. ഷെയർസിൽ എത്രത്തോളം ബാക്കി എമൗണ്ട് പെൻഡിങ് ഉണ്ടോ, ഇപ്പം 1 കോടി 2 കോടിയുടെ കമ്പനി ആണെങ്കിൽ 1 കോടിയുടെ ഷെയർസ് ഉള്ളെങ്കിൽ ബാക്കി 1 കോടി ആയിരിക്കും ലിമിറ്റഡ് ബൈ ഷെയർസിൽ വരുന്നത്. എന്നാൽ ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ആ മെമ്പേഴ്സ് ഈ അസറ്റ്സിൻ്റെ മേലെ അവർ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ടിനെ ഞാൻ
കടം ഈടാക്കുന്നുള്ളൂ എന്ന രീതിയിൽ ഒരു ഗ്യാരണ്ടി വെച്ചിട്ടുണ്ടാവും. ആ എമൗണ്ടിന് മാത്രമേ അവർ ലയബിൾ ആവുന്നുള്ളൂ. സോ ദാറ്റ് the liability of the members is limited to such amount as the members may undertake to contribute to the assets of the company in the event of being wound up. ഓക്കെ, സോ ഇതാണ് ലിമിറ്റഡ് ലയബിലിറ്റി കൺസെപ്റ്റിൽ പറയുക. അപ്പോൾ കമ്പനിക്ക് എപ്പോഴും ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൂ, വൈൽ ദ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഹാവ് ആൻ അൺലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി ഇൻ ദ സെൻസ് സംടൈംസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, സംടൈംസ് ലിമിറ്റഡ് ബൈ ദ ഗ്യാരണ്ടി, സംടൈംസ് ലിമിറ്റഡ് ബൈ ദ ഷെയർസ് വിച്ച് ആർ അൺപെയ്ഡ്, സംടൈംസ് ലിമിറ്റഡ് ബൈ ദ ഗ്യാരണ്ടി ദാറ്റ് ദേ ഫിക്സ് ഫോർ ദ വൈൻഡിങ് അപ്പ് പീരീഡ്. വൈൻഡിങ് അപ്പ് പീരീഡ് ഞാൻ ഇത്രത്തിൻ്റെ കടത്തിന് ഈടാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം കടവേ ബിയർ ചെയ്യുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു എമൗണ്ടിന് വേണ്ടി മാത്രമായിരിക്കും കമ്പനി ലിമിറ്റഡ് ആയിരിക്കുന്നത്. സോ ദ ലിമിറ്റഡ് ലയബിലിറ്റി ഈസ് അനദർ ഫീച്ചർ ഓഫ് ഓർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി. ഓക്കെ, സോ നമ്മൾ 2 പോയിന്റ്സ് ആണ് ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്ത. വാട്ട് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനിയിലെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയും അതേപോലെ ലിമിറ്റഡ് ലയബിലിറ്റിയും. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി മീൻസ് ദ പ്രൊമോട്ടേഴ്സ് ഓർ ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ കമ്പനി ആർ 2 different പേഴ്സണാലിറ്റി. ദർ ഇസ് നോ അസറ്റ് the companies of an asset and the companies of the individual is different. ഒരിക്കലും ഒന്നിനു വേണ്ടി മറ്റേത് വിൽക്കേണ്ട കാര്യമില്ല എന്നത്. സെക്കൻഡ് വൺ ഇസ് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഫുള്ളി ബിയർ ചെയ്യേണ്ട, കമ്പനി നഷ്ടത്തിൽ ഓടുകയാണെങ്കിൽ ഇത് ഫുള്ളി ബിയർ ചെയ്യേണ്ട കാര്യമില്ല ഷെയർ ഹോൾഡേഴ്സിന്. സംടൈംസ് ദേ ക്യാൻ ലിമിറ്റ് ബൈ ദെയർ ഷെയർസ്, സംടൈംസ് ലിമിറ്റ് ബൈ ദെയർ ഗ്യാരണ്ടി എമൗണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ദ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പോർഷൻസ് നമുക്ക് നാളത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. സോ ടുഡേ വി ഹാവ് ഡിസ്കസ് ഫസ്റ്റ് ദ ഇൻട്രൊഡക്ഷൻ, ദെൻ വാട്ട് ഈസ് ദ ഹിസ്റ്ററി, ദെൻ what is Companies Act 2013, what is the framework for the Companies Act, what is the definition of company, and what are the characteristics of a company. Just 2 characteristics were discussed for the day. So next day we can deal with the other characteristics like the perpetual succession, common seal, transferability of shares, separate property, etc. Okay, so that's all for the day. Thank you.